നമസ്കാരം. കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. IDPWA രണ്ടാമത് ജില്ലാ സമ്മേളനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്തവിദ്യരായ നിരവധി പേർ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഈ മേഖലയുടെ സംരക്ഷണത്തിനു വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകുന്നതുപോലെയുള്ള അവകാശങ്ങൾ നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. വിധേയമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ സെന്റേഴ്സിനും ഇത്തരത്തിലുള്ള സേവനം ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് സെന്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഓൺലൈൻ സെന്റേഴ്സിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയും. അതുവഴി സംരംഭകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ കഴിയും. തത്സമയം ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട്, ഗവൺമെന്റുകളോട് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം നിവേദന രൂപേണ കൃത്യമായി നൽകിയാൽ ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും മുന്നിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും MP അഭിപ്രായപ്പെട്ടു. ഈ മേഖലയിൽ 30 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന മുതിർന്ന അംഗങ്ങളെ IDPWA സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദറും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഈ മേഖലയിലെ അംഗങ്ങളുടെ മക്കളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റുയേഷ് കോഴഞ്ചേരിയും അനുമോദിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുനിൽ G അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി രഞ്ജീവ് ശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു PP, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സുദർശൻ ആലുങ്കൽ, ഹരി മണ്ണാർക്കാട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിനേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം സുനിൽ പാലക്കാട്, ജില്ലാ ട്രഷറർ ഷൈമ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരി അമ്മൂസ്, ജോയിന്റ് സെക്രട്ടറി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗണേഷ് കൃഷ്ണകുമാർ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് സൈബർ നിയമങ്ങളും ഓൺലൈൻ ചതിക്കുഴികളും എന്ന വിഷയത്തിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സൈബർ ക്രൈം ജയകുമാർ S ക്ലാസ് നയിച്ചു. കരുതൽ ന്യൂസ് കൊല്ലം.